ക്യാമ്പസുകൾ, സ്കൂളുകൾ, പലപ്പോഴും സ്കൂളുകൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കരിയർമാരാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ അടുത്തൊരു എൻകൗണ്ടറിൽ എൻ്റെ ഒരു ചർച്ചയ്ക്ക് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് ചർച്ചയ്ക്ക് വന്നു. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് തീ അനുഭവങ്ങൾ പറയുന്നത്. യാദൃശ്ചികമായ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഈ മാഫിയയുടെ കയ്യിൽപ്പെട്ട കാര്യം പറയുന്നത്. അതിൽ നിന്ന് ആ പിതാവ് പിന്നീട് വലിയ സ്ട്രഗിൾ ചെയ്യുകയും ആ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്താൻ നടത്തിയ ശ്രമങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ, ചർച്ചയ്ക്ക് മുമ്പ് പറയുമ്പോൾ അദ്ദേഹം വാവിട്ട് കരഞ്ഞു. അത് കഴിഞ്ഞ് ചർച്ചയ്ക്കിരുന്നു, അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ ഒരു മുന്നണി പോരാളിയായി, ഇനി ഒരു അച്ഛനും അനുഭവം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് അച്ഛൻ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി നിൽക്കാൻ ധൈര്യമുള്ള അച്ഛന്മാർ കുറവാണ്. ഇത് പുറത്തു പറയാൻ ഭയക്കാത്ത അച്ഛന്മാരും അമ്മമാരും ഒക്കെ കുറവാണ്. ഇനി നമുക്കിത് കഴിയില്ല, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഇനി ലഹരി മാഫിയക്ക് ഇട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന ഉറച്ച പ്രഖ്യാപനമാകണം. ഉറപ്പായും SK-Net 40 ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം 40 വർഷം പൂർത്തിയാക്കുന്നത് ആഘോഷിക്കാനുള്ള സന്ദർഭമാണെങ്കിൽ നമ്മളതെക്കുറി ഒരു സന്ദേശ പ്രചാരണ യാത്രയാക്കി മാറ്റുന്നു. അതിനുള്ള കാരണം ഇതുതന്നെയാണ്. നമ്മൾ നേരിടുന്ന ഈ ഭീകരമായ വിപത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ, നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമുക്ക് സർക്കാരിന് മുന്നിൽ വെക്കാൻ, നമുക്ക് പ്രാവർത്തികമാക്കാൻ ഒരു കേരള മാനിഫെസ്റ്റോ ഇതിനെതിരെ നമുക്ക് തയ്യാറാക്കിയേ മതിയാവുകയുള്ളൂ. അതിന് നാന്ദിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ ഈ പരിശോധനകൾ കണ്ട MDMA എത്ര കിലോ കണക്കിനാണ്, കഞ്ചാവ് എത്ര കിലോ കണക്കിനാണ്, എത്രയധികം കേസുകൾ നമ്മുടെ എക്സൈസ് പിടിച്ചു. നല്ല കാര്യമാണ്. ഇപ്പോഴാണെങ്കിൽ കൂടിയും നമ്മൾ കൂടുതൽ അർത്ഥവത്തായി കണ്ണു തുറന്ന് കാത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലെ സാഹചര്യങ്ങൾ ഭയാനകമാണ്. കോവിഡ് കാലത്ത് നമ്മൾ പറയാറുണ്ട്, ഭയം വേണ്ട, ജാഗ്രത മതി. അങ്ങനെയല്ല, ഭയവും വേണം, ജാഗ്രതയും വേണം. ഹൈബ്രിഡ് കഞ്ചാവുമായി സിനിമാ മേക്കപ്പ് മാൻ രഞ്ജിത്ത് ഗോപിനാഥൻ പിടിയിലായതിന് പിന്നാലെ പരിശോധന ശക്തമാക്കി ഇടുക്കി എക്സൈസ്. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി പിടിയിൽ. എക്സൈസിനെ കണ്ടതോടെ കഞ്ചാവ് പൊതി വലിച്ചെറിഞ്ഞ് വിദ്യാർത്ഥി രക്ഷപ്പെടാൻ ശ്രമിച്ചു. വയനാട്ടിൽ കഞ്ചാവ് അടങ്ങിയ മിഠായി പിടികൂടി. ബത്തേരിയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലാണ് മിഠായി പ്രചരിക്കുന്നത്. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് വേട്ട. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയോളം കഞ്ചാവും ത്രാസും പിടികൂടി. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മാത്രം പിടിച്ചെടുത്തത് 2 കോടിയോളം രൂപയുടെ ലഹരി വസ്തുക്കളാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ലഹരി കേസിൽ പഞ്ചാബിൽ പിടിയിലായ 2 ടാൻസാൻ വിദ്യാർത്ഥികൾക്ക് മലയാളികളുമായി അടുത്ത ബന്ധം. ലഹരി ഉപയോഗം കണ്ടെത്താൻ പരിശോധന കർശനമാക്കി പോലീസ്. കളമശ്ശേരി HMD ജംഗ്ഷനിലും കുസാറ്റ് പരിസരത്തെ സ്വകാര്യ ഹോസ്റ്റലുകളിലും PGകളിലും പരിശോധന. മലപ്പുറം ഒതുക്കങ്കലിൽ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. MDMAയ്ക്ക് പകരം കർപ്പൂരം നൽകിയെന്നാരോപിച്ചാണ് ഈ യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എറണാകുളം ചേന്നമംഗലത്ത് 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ഋതു ജെയിൻ ലഹരിക്കടിമയെന്ന് പോലീസ്.